ഇപ്പം നമ്മൾ സ്ക്രീനറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാക്കി കുറച്ച് കമ്പനികളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ നല്ല കമ്പനി മോശം കമ്പനി എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ആണോ അല്ലയോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, അല്ലാതെ മറ്റൊരു രീതിയിലല്ല. അപ്പോൾ നമുക്കിനിപ്പം കമ്പനികളിലേക്ക് കിടക്കാം. ഈ കമ്പനികൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സെയിൽസ് ഗ്രോത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്രോത്തിന് ഈ പി ഇ റേഷ്യോ ആണോ ഫസ്റ്റ് നോക്കേണ്ടത്, അതോ ഗ്രോത്ത് ഉള്ള കമ്പനികളാണ് നോക്കേണ്ടത്. ഈ ഗ്രോത്ത് വരുമ്പോൾ അത് പി ഇനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഇത്ര നേരം സംസാരിച്ച്. നമുക്ക് ആദ്യം HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് നോക്കാം. HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 15 ലക്ഷം കോടിയാണ്. അതിൻ്റെ സ്റ്റോക്ക് പി എന്ന് പറയുന്നത് 21ആണ്. നമ്മളതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തിലേക്ക് കിടക്കാം. റവന്യൂ ഗ്രോത്ത് ഇവിടെ നമ്മൾ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് അല്ല പറയുന്നത്, റവന്യൂ ഗ്രോത്ത് ആണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇത് കാണിക്കുന്നതേ ഉള്ളൂ. 66% 2023-24 വർഷത്തിൽ 66%, 24-25 വർഷത്തിൽ 18% റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അക്ബറെ HDFC ബാങ്കോട് മെർജ് ചെയ്തിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്. സോ അറൗണ്ട് ഒരു 20-25% സെയിൽസ് ഗ്രോത്ത് നടന്നിരിക്കുന്നത് നമുക്ക് കിട്ടുന്നത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. 46,000 നിന്ന് 65,000 65,000 നിന്ന് 73,000. ഈ ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഏകദേശം ഒരു 10-15% പ്രോഫിറ്റ് ഗ്രോത്ത് എന്നും അതേപോലെ 18% സെയിൽസ് ഗ്രോത്ത് എന്നും കാണാൻ പറ്റും. സോ ആ ഒരു സമയത്ത് ചാർട്ട് നമ്മൾ നോക്കിയപ്പോൾ ലാസ്റ്റ് 5 ഇയറിൽ അതിൽ ലാസ്റ്റ് 2 ഇയറിലെ നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞ 2 വർഷത്തിലെ നോക്കിയാൽ 2023 മാർച്ച് തൊട്ട് നോക്കാം. 2023 മാർച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ഒരു 800 രൂപ നോക്കാം. 800 രൂപയിൽ നിന്ന് ഈ 2025 മാർച്ചിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 800-900 രൂപ വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ 1000 രൂപ വരെ എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം 25% വരെ തന്നു. കഴിഞ്ഞ 2 വർഷത്തിൽ നോക്കിയാൽ കഴിഞ്ഞ ഈ മാർച്ച് വരെ നോക്കിയാൽ ഏകദേശം 10%, 15%-നുള്ളിലാണ് റിട്ടേൺ തന്നിരിക്കുന്നത്. ഒരു 18% സെയിൽസ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. സോ 18% ഗ്രോത്ത് കമ്പനിയിൽ നമുക്ക് 2 വർഷം കൊണ്ട് കിട്ടിയത് ഒരു 15% റിട്ടേൺ ആണ് ചാർട്ടിൽ. ഇനി നമുക്ക് അതിന് പകരമായിട്ട് അടുത്തൊരു കമ്പനി നമുക്ക് സ്കൈ ഗോൾഡ് നോക്കാം. B2B ഗോൾഡിലുള്ളൊരു കമ്പനിയാണ്. സ്കൈ ഗോൾഡിൻ്റെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയാം, അത് നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് പറയാം. 5,600 മാർക്കറ്റ് ക്യാപ്പ്, 36 ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് നോക്കാം. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 51% സെയിൽസ് ഗ്രോത്തും 100% 2025 ഫിനാൻഷ്യൽ ഇയറിലും ഗ്രോത്ത് തന്നിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് 51-ഉം 100-ഉമാണ്. അതുപോലെ തന്നെ ഈ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 200% പ്രോഫിറ്റ് ഗ്രോത്ത്, 40-ൽ നിന്ന് 133 കോടിയിലേക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതായത് 100% സെയിൽസ് ഗ്രോത്ത്, 200% പ്രോഫിറ്റ് ഗ്രോത്ത് നിന്നിട്ടുള്ള കമ്പനിയാണ്. സോ അവരുടെ പെർഫോമൻസ് എന്തായിരുന്നു നോക്കാം. ഈ 2023 തൊട്ട് 2025 വരെയുള്ള സമയത്ത് ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 വർഷത്തെ ചാർട്ടിലേക്ക് നോക്കിയാൽ 2023 മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം പ്രൈസ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 30 രൂപ എന്ന് കൂട്ടി 30 രൂപയായിരുന്നു. 2023 25 രൂപയാണ്. 25 രൂപയിൽ നിന്ന് ഈ 2025 മാർച്ച് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഹൈ പോയ 443-ലേക്കാണ്. 443-ലേക്കാണ് പോയത്. 443 രൂപയുടെ 25 എന്ന് പറഞ്ഞാൽ ഏകദേശം 17 ടൈംസ് ആണ് എമൗണ്ട് മാറിയിരിക്കുന്നത്. 17 ടൈംസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് നമുക്ക് 16 ടൈംസ് റിട്ടേൺ തന്നിട്ടുണ്ട്. 16 ഇരട്ടി. അതായത് ഒരു 10 ലക്ഷം ഇട്ട ഒരാൾക്ക് ഏകദേശം ആ എമൗണ്ട് ഇപ്പോൾ ഒരു 1,70,00,000 ആയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഗ്രോത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു 200-300% CAGR-ലുള്ള റിട്ടേൺ ഇവിടെ വന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ് ഗ്രോത്ത് നിങ്ങൾ കണ്ടിരുന്നത്? നമുക്ക് ഏകദേശം 100% സെയിൽസ് ഗ്രോത്തും 200% പ്രോഫിറ്റ് ഗ്രോത്തും നിന്ന കമ്പനിയാണ്. അതിന് മുമ്പ് അതിന് 50% സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്ന കമ്പനിയാണ്. മാർക്കറ്റ് ഡൗൺ ആയ സമയത്തും ഈ സ്റ്റോക്ക് ഡൗൺ ആയിരിക്കുന്നു. 443-ൽ നിന്ന് ഏകദേശം 270-280 രൂപയിലേക്ക് ആണ് സ്റ്റോക്ക് ഡൗൺ ആയിരിക്കുന്നത്. ഏകദേശം 30% വരെയൊക്കെയാണ് മാക്സിമം ഡൗൺ ആയിരിക്കുന്നത്. നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ളതിനെ പറ്റിയിട്ടില്ല, നമുക്ക് പാസ്റ്റിൽ നടന്നൊരു കാര്യം കാണിക്കാനായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അടുത്ത എക്സാമ്പിളായിട്ട് HUL വേണമെങ്കിലും നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയും, മാർക്കറ്റ് ക്യാപ്പും സ്റ്റോക്കിൻ്റെ പി നൽകുന്നതാണല്ലോ. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2% ആണ് സെയിൽസ് ഗ്രോത്ത്. ഇപ്പോൾ അത് 1.98, അതും 2%. അറൗണ്ട് 2% മാത്രമേ ഉള്ളൂ സെയിൽസ് ഗ്രോത്ത്. പ്രോഫിറ്റിൽ ഈ പറയുന്ന കാര്യമായിട്ടുള്ള ഗ്രോത്ത് പ്രോഫിറ്റിലും ഇല്ല. ഏകദേശം അതേപോലെ തന്നെ പ്രോഫിറ്റ് കിടക്കുകയാണ്. സോ വലിയ സെയിൽസ് ഗ്രോത്തും ഇല്ല, പ്രോഫിറ്റ് ഗ്രോത്തും ഇല്ല. അതിൻ്റെ ചാർട്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ് 5 വർഷത്തിൽ? 2023 മാർച്ച് തൊട്ട് 2023 മാർച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് തൊട്ട് ഇപ്പോഴത്തേക്ക് നോക്കിയാൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ടാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ രീതിയിൽ മുകളിലേക്ക് പോയിട്ടും താഴേക്കും സൈഡ് വൈസ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ റിട്ടേൺ ഇവിടെ മുമ്പ് നമ്മൾ കിട്ടിയ 17 ഇരട്ടി റിട്ടേണോ അങ്ങനത്തെ റിട്ടേൺസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. നമുക്കിനി അടുത്തൊരു കമ്പനി എന്ന് പറയുന്നത് V2 റീറ്റെയിൽ നോക്കാം. റീറ്റെയിൽ അപ്പാരൽ സ്പേസിലുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. V2ൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 7,000 കോടി, ഇപ്പോഴത്തെ പി 96 സോ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 40%, ഇപ്പം 62%.
പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 28 നിന്ന് 72ലേക്കാണ്. അതായത് ഏകദേശം 150% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. 28, 72 ഒരു 62% സെയിൽസ് ഗ്രോത്തും 150% പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ചാർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ 2023 മാർച്ചിലെന്ന് പറയാം ഏകദേശം അറൗണ്ട് ഒരു 80 രൂപ എന്ന് പറയാം. 80 രൂപ നമ്മൾ എടുത്താൽ പോലും 80 രൂപയിൽ നിന്ന് ഇപ്പോൾ അത് 2400 വരെ എത്തിയിട്ടുണ്ട്. സോ അത് നമുക്ക് കഴിഞ്ഞ മാർച്ച് വരെയുള്ള മുമ്പുള്ള നോക്കാം. 1942 1942 ആയിരിക്കുന്നത്. 20 ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നു 80 ആയിരുന്നു. 80 എന്ന് പറഞ്ഞാൽ 24 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇപ്പോൾ 24 ടൈംസ് ആയിട്ടുണ്ട്. നമുക്ക് 23 ടൈംസ് റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് 2 വർഷത്തിൽ. മനസ്സിലാവുന്നില്ല. ഈ രീതിയിലുള്ള ഹൈ ഗ്രോത്തിലുള്ള കമ്പനികൾ നമുക്ക് ഹൈ റിട്ടേൺസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കൊരു ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കമ്പനിയുണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ്. നമുക്ക് വന്ന് നോക്കാം. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്. ഇപ്പോൾ ആരോട് ചോദിച്ചാൽ ഏത് നല്ല കമ്പനിയെന്ന് വെച്ചാൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ഇതുപോലെ HDFC ബാങ്ക് ഇതൊക്കെയാണല്ലോ പറയുന്നത്. നമുക്ക് നല്ല റിട്ടേൺ കിട്ടണമെങ്കിൽ ഏത് കമ്പനികളാണെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികളിൽ എക്സാക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടല്ല പറയുന്നത്. ഇത് കഴിഞ്ഞ ഡേറ്റയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ല ഐഡിയ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളത് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. ഇത് നമ്മൾ പാസ്റ്റിൽ ഇതെങ്ങനെയാണ് പെർഫോം ചെയ്തത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ 2,39,000 മാർക്കറ്റ് ക്യാപ്പും 62 PE ആണുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3% പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ FY24. FY25 നെഗറ്റീവാണ്, ഡി ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് പ്രോഫിറ്റിൽ. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 30% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഡി ഗ്രോത്ത് ആണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് 30-35% പ്രോഫിറ്റിന് ഡി ഗ്രോത്ത് ആണ് ഇവിടുന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. സെയിൽസിലും ഡി ഗ്രോത്ത്, പ്രോഫിറ്റിലും ഡി ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് കമ്പനിയുടെ പെർഫോമൻസ് നോക്കാൻ കാണാൻ പറ്റും. 5 വർഷത്തിലെ മാർച്ചിൽ നിന്നൊക്കെ പറഞ്ഞ് ഏകദേശം 2023 മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സമയത്ത് 2700 രൂപയായിരുന്നു സ്റ്റോക്ക്. ഇത് 3300 രൂപ വരെ പോയിട്ടുണ്ട് സ്റ്റോക്ക്. 20% മുകളിൽ റിട്ടേൺ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം അവിടുന്ന് 2100 വരെ താഴേക്കും പോയിട്ടുണ്ട്. 2700, 800 ആ രീതിയിൽ നിന്ന് സ്റ്റോക്ക് 2100 വരെ താഴേക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബൈ പ്രൈസിനെ കഴിഞ്ഞ് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിലുള്ള വലിയ റിട്ടേൺസ് ഒന്നും നമുക്കിവിടെ നമ്മളവിടെ 10 ഇരട്ടി 15 ഇരട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് 10%, 20%ാണ് റിട്ടേൺ കാണിക്കുക. ലാസ്റ്റ് ഒരു സ്റ്റോക്ക് കൂടെ കാണിച്ച് നമുക്ക് നിർത്താം. കല്യാൺ ജുവലേഴ്സ്. കല്യാൺ ജുവലേഴ്സിൽ ഇപ്പം മാർക്കറ്റ് ക്യാപ്പ് 51,000 കോടി, സ്റ്റോക്ക് PE 64. പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് സെയിൽസ് ഗ്രോത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 30%, 31%, 35%, ഇപ്പോഴും അത് 31%ാണ് ഈ കഴിഞ്ഞ 2 ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ തന്നെ സെയിൽസ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും ആ ഗ്രോത്ത് ഇവിടെ കാണാനുണ്ട്. കഴിഞ്ഞൊരു വർഷം പ്രോഫിറ്റിൽ അത്ര ഗ്രോത്ത് വന്നിട്ടില്ല. ഏകദേശം ഒരു 10%, 12% പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ജുവലറി ഇമ്പോർട്ടിൻ്റെ ഡ്യൂട്ടി കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ തന്നെ അവർക്ക് കുറച്ച് ഇൻവെൻട്രി ലോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ പ്രോഫിറ്റിൽ ആ രീതിയിലുള്ള ഗ്രോത്ത് വരാത്തത്. പക്ഷേ എന്നാൽ പോലും അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ പ്രോഫിറ്റ് അത്യാവശ്യം വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ വീണ്ടും പ്രോഫിറ്റിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പെർഫോമൻസ്, അവരുടെ ചാർട്ടിലെ പെർഫോമൻസ് 5 വർഷത്തിൽ നോക്കാൻ ഏകദേശം 100 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 777, 800 രൂപ വരുന്നത് ഏകദേശം 8 ടൈംസ് ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നാൽ പോലും ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന 500, അറൗണ്ട് 500ലാണ്. സോ ഇപ്പോഴും അത് ഏകദേശം 5 ടൈംസ് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ കറണ്ട് ട്രേഡ് ചെയ്യുന്ന പ്രൈസിൽ പോലും നമുക്ക് 400% റിട്ടേൺ 2 ഇയേഴ്സിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. സോ ഇതെല്ലാം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് സെയിൽസ് ഗ്രോത്തിനായിരിക്കും. സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ ആയിരിക്കും. സോ ഈ പ്രോഫിറ്റിലേക്ക് ഗ്രോത്ത് വന്നാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ PE കുറയും. PE കുറയുമ്പോൾ വീണ്ടും കാരണം ഇത്രയും ഗ്രോത്ത് ഉള്ള കമ്പനിയായിട്ട് തന്നെ അവർക്കെല്ലാം ഡിമാൻഡ് സ്റ്റോക്കുകളിൽ വീണ്ടും വരും. അത് നമ്മളെ വീണ്ടും കൂടുതൽ ആ സ്റ്റോക്കിന് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊന്നും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ PE കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിലൊക്കെ ഈ PE റേഷ്യോ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും, അതായത് ഫ്യൂച്ചറിലേക്കുള്ള ഫോർവേഡ് PE നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.